പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് നിൽക്കുന്നത് വയനാട് കാക്കവയിലുള്ള തീരം സ്പെഷ്യൽ റെസ്റ്റോറൻറ്റിലാണ്. ഇവിടെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് കൽപ്പറ്റ ബത്തേരി ഹൈവേന്റെ സൈഡിലുള്ള കാക്കവയലിനടുത്തുള്ള തീരം സ്പെഷ്യൽ തീരം റെസ്റ്റോറൻറ്റ്. സ്പെഷ്യൽ റെസ്റ്റോറന്റ് ആണ്. ഇത് കറക്റ്റ് വരുന്നത് നമ്മുടെ ഈ വാര്യാടിന്റെയും കാക്കവയലിന്റെയും ഇടയ്ക്കുള്ള നഴ്സറി പടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഈ നഴ്സറി പടി എന്ന് പറഞ്ഞ സ്പോട്ടിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ ഉള്ളിലേക്ക് ഇങ്ങനെ കുറച്ച് കയറിയിട്ടാണ് നമുക്ക് റോഡ് സൈഡിൽ തന്നെ കാണാൻ പറ്റും തീരം സ്പെഷ്യൽ റെസ്റ്റോറന്റ്. ഭയങ്കര അടിപൊളി അല്ലേ, അടിപൊളി നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ്. സ്പോട്ടാണ്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന കുളങ്ങളിൽ നിന്ന് നമുക്ക് ഫ്രഷ് മീനിനെ പിടിച്ചു കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഇവര് ഫ്രൈ ആക്കിയോ കറിയാക്കിയോ റെഡിയാക്കി എന്താണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അങ്ങനെ ചെയ്തു തരും. പിന്നെ ഇവിടുത്തെ കുറെ ഭക്ഷണ വിഭവങ്ങൾ വേറെയുണ്ട്, അതൊക്കെ നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ പിന്നെ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലല്ലോ ഉപയോഗിക്കുന്നത്. അപ്പൊ സുധാകരേട്ടാ, എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസുകൾ? ഇവിടെ നമ്മൾ ഈ കുളത്തിൽ പിടിക്കുന്ന മീൻ തന്നെ ബിലോപ്പി ഉണ്ട്, വരാലുണ്ട്, കട്ട്ല, എല്ലാ മീനുകളും. പിന്നെ ശനി ഞായർ ദിവസങ്ങളാണെങ്കിൽ ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി ഒക്കെ ദമ്മാണ് കേട്ടോ. പൊരിച്ച് എണ്ണയിൽ പൊരിച്ച പരിപാടിയൊന്നുമില്ല, എല്ലാം ദം ബിരിയാണി. ദം ബിരിയാണി ആണ് അല്ലേ? പിന്നെ സ്പെഷ്യൽ ഓർഡർ അനുസരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കും ബിരിയാണി ഐറ്റംസ് എന്ത് വേണമെങ്കിലും അല്ലേ? പിന്നെ വൈകിട്ട് ബീഫും പഴംപൊരിയുമാണ് മെയിൻ സ്പെഷ്യല്. ബീഫും പഴംപൊരിയാണ് സ്പെഷ്യല് വൈകുന്നേരം. അപ്പൊ രാവിലെ എത്ര മണിക്കാണ് പ്രവർത്തന സമയം? 11:30. രാവിലെ 11:30 ആരംഭിച്ചിട്ട് വൈകുന്നേരം 9 മണി, 9:30. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീനും ആണ്. എന്താ പറയാ, നല്ല ഒരു ആംബിയൻസ് ഇവിടെ. ഇപ്പോ സമയം ഏകദേശം 12:15. സൺഡേ 11:30 ഇവിടെ ഓപ്പൺ അല്ലേ? 11:30 മണി മുതലാണ് ഇവിടെ ശരിക്കും ഓപ്പൺ ആകുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ക്രൗഡഡ് ആണെങ്കിലും ഒന്നും ഒരു പ്രശ്നമല്ല, ഇതൊക്കെ മാനേജ് ചെയ്യാനുള്ള ആൾക്കാരുണ്ട് ഇവിടെ. ഇവിടുത്തെ ഭംഗിയാണ് ഇതാണ് ഇത് എനിക്ക് തോന്നുന്നു ഈ സീറ്റാന്ന് തോന്നുന്നു ഈ സ്ഥലത്തെ ഏറ്റവും രസം, ഏറ്റവും പ്രൈം സ്പോട്ട്. മീൻ ചാടനായി നല്ലോണം മീനുണ്ട് കേട്ടോ, നിറച്ച് മീനുണ്ട്, നല്ല മീനുണ്ട്. ആൾക്കാർ വന്നു കഴിഞ്ഞാല് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിട്ട് അവര്. ഇത് ശരിക്കും ഒരു നല്ല പരിപാടിയല്ലേ, നമ്മൾ പിടിക്കുന്ന മീൻ നമുക്ക് തന്നെ അവർ കറി വെച്ച് തരുമെന്ന് പറയുന്നത് നല്ല പരിപാടിയാണ്. നല്ലൊരു സെറ്റപ്പാണ്. നല്ലൊരു സെറ്റപ്പാണ്. കുളം കാണുമ്പോ ഈ ക്യാമറ കാണുമ്പോ ചിലപ്പോൾ ചെറുതായിട്ട് തോന്നും, പക്ഷെ അത്യാവശ്യം ഏരിയ ഉണ്ട് കേട്ടോ. സെയിം ഒരു കുളം തന്നെ അപ്പുറത്തും ഉണ്ട്. ഇതൊരു 10 സെന്റ് ഉണ്ടാവോ? 10 ഉണ്ടാവില്ല അല്ലേ? 10 മേലെ ഉണ്ട്. 10 മേലെ ഉണ്ട് അല്ലേ? ഒരു 10 സെന്റിന്റെ മേലെയുള്ള കുളം ഇട്ടത് ഇതിന്റെ വേഗിലുണ്ട് സെയിം. അതെ, ഇതിന് തത്തുല്യായിട്ടുള്ള ഒരു സാധനത്തിന് നേരെ പുറകിലുണ്ട്. അറിയിട്ട് കുറച്ച് വെയിലൊക്കെ വന്നതിന് ശേഷം ഒരു വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കാൻ അമ്പോ. ശരിക്കും ഈ ആംബിയൻസിൽ ഇവിടുന്ന് കഴിക്കുന്ന ഫുഡിനല്ല, ശരിക്കും ഈ ആംബിയൻസിന് പൈസ കൊടുക്കണം. ആംബിയൻസിന് കാശ് കൊടുക്കണം. അതാണ് ഈ ആംബിയൻസ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പടാപ്പാടുണ്ട്, അതിന് ശരിക്കും കാശ് കൊടുക്കാം. ഇതിവിടെയുള്ള ചെറിയൊരു താമരയുടെ ചെറിയൊരു കുളമാണ്. പിന്നെ ഫിഷ് ഫ്രൈ ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. നമുക്ക് ഇവിടെ വന്നവരോട്, ഭക്ഷണം കഴിക്കുന്നവരോട് അഭിപ്രായം ഒന്നും ചോദിക്കാൻ പറ്റിയില്ല, കാരണം കുറച്ച് കപ്പിൾസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് വന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയില്ല. പിന്നെ ശനി ഞായറുള്ള സ്പെഷ്യലാണ് ദം ബിരിയാണി. ദം ബിരിയാണിയാണ് ഇവിടുത്തെ ശനി ഞായർ സ്പെഷ്യല്. പിന്നെ നോർമൽ ദിവസങ്ങളിലെല്ലാം മീൻകറി, കപ്പ, ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഐറ്റംസുകളൊക്കെ ഉണ്ടാവും. ഫിഷ് ഫ്രൈ ആണ് മെയിൻ. ഇതൊക്കെയാണ് ഇവിടുത്തെ മെനു സ്പെഷ്യൽ ഐറ്റംസിൻ്റെ. ഇവിടെ മീൻ പിടിക്കുന്ന സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഈ കുളത്തിൽ നിന്നും ഇതിന്റെ ബേക്കിൽ ഒരു കുളമുണ്ട്, അവിടുത്തെ നമുക്ക് മീൻ പിടിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. മീൻ പിടിച്ചൊക്കെ കഴിച്ചിട്ടൊക്കെ പോകുന്നുള്ളൂ. അതെ. അപ്പം പിന്നെ ഫാമിലി ആയിട്ട് വരുന്നവർക്ക്, പിള്ളേർക്കൊക്കെ നല്ല എന്റർടൈൻമെന്റ് ആണ് ഇവിടെ. ഇവിടെ നിന്ന് മീൻ പിടിക്കാം, എന്നിട്ട് ഇവിടെ തന്നെ കൊടുക്കാം. അവര് അത് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആക്കണേ ഫ്രൈ ആക്കിയിട്ടോ. പണ്ട് നമ്മൾ മീൻ പിടിക്കാൻ പോയ പോലെയല്ല, ഈ കുളത്തിൽ മീനുണ്ട്, എന്തായാലും മീൻ കിട്ടും. അതെ. അപ്പൊ പിള്ളേരൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക്, പിള്ളേർക്കൊക്കെ ഭയങ്കര കൗതുകമായിരിക്കും കേട്ടോ. കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഈ ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ്ലി രാവിലെ മുതൽ വൈകുന്നേരം വരെ മീൻ പിടിക്കാൻ പോകുന്ന സമയമൊന്നും ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ ജസ്റ്റ് ഒരു 2 മണിക്കൂറിന് ഗ്യാപ്പിൽ വന്നാലും ഇവിടെ ഇരയിട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും കിട്ടും, മീൻ കിട്ടും. ഇതില് കട്ട്ല, പിലോപ്പി, നാടൻ പിലോപ്പി, ഗിഫ്റ്റ് പിലോപ്പി, അതെ, ബ്രാല് തുടങ്ങിയ മീനുകളൊക്കെയാണ് ഇതിനകത്ത് വളർത്തുന്നത്. എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും പിടിച്ചു കൊടുക്കാം, അവരത് നമുക്ക് പ്രിപ്പയർ ചെയ്ത്. അതെ, നിങ്ങൾ പിടിച്ചു കൊടുക്കുന്ന മീൻ ഏതാണെങ്കിലും നിങ്ങൾ വേണ്ട വിഭവം അവർ തയ്യാറാക്കി തരും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ നമുക്ക് മീൻ പിടിക്കുന്നത് എങ്ങനെയാന്നുള്ളത് ഒരു ചെറിയൊരു വീഡിയോയും കൂടെ നമുക്ക് എടുക്കാം. ചേട്ടാ, ഈ കുറച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് എളുപ്പം കിട്ടുമോ, മീൻ കിട്ടുമോ?
അത് ബസ് വലിച്ചുകൊണ്ട് പോകുന്ന വഴി ഇരിക്കും. ഉം. വലിച്ചുകൊണ്ട് പോകുമ്പോൾ വെച്ചാൽ ഇവിടെയുള്ള മീനൊക്കെ ഒരുവിധം കൊത്തി വലിക്കുമോ? ഈറ്റയും കൊണ്ട് പോവുള്ളൂ മിക്കവാറും. അത്യാവശ്യം ട്രെയിൻഡ് ആയിട്ടുള്ള മീനുകളാണൊക്കെ. ഒക്കെ വലിയ മീനാണ്. മൈദയും ബ്രെഡൊക്കെയാണ് തീറ്റയായിട്ട് എടുക്കുന്നത് നമ്മള്. അപ്പൊ നമുക്കൊന്ന് മീൻ പിടിച്ചു നോക്കി നോക്കാം. ഇന്ന് തീരത്തെ എന്നതാണ് എന്റെ മോനെ എല്ലാരും കൂടെ അങ്ങോട്ടുള്ളൂ. അറ്റാക്ക് മോഡാണ്. കൊത്തിട്ടിയല്ലോ. അടിച്ച് ഫസ്റ്റ് ഷോട്ട് ഗൈസ്. ഇങ്ങനെയാണ്. അതിനെടുത്ത് അങ്ങോട്ട് തന്നെ എടുക്കും. പൊട്ടമനെ തിരിച്ചു പോട്ടെ. അപ്പൊ ഇങ്ങനെയാണ് ഇവിടുത്തെ ഫിഷിങ്. വെരി ഈസിയാണ്. യെസ്. അപ്പൊ ഓക്കെ, പോയി വിജയിച്ചു. മീനിന് തീറ്റ കൊടുക്കുന്ന സമയമാണ് ഇപ്പം. കണ്ടോ, ഇഷ്ടം പോലെ മീൻ. എല്ലാം അധികം കാണുന്ന പിലോപ്പിയാണ്. ഇഷ്ടം പോലെ മീനുണ്ട്, ഇഷ്ടം പോലെ. ഇവിടുത്തെ ആംബിയൻസ് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല കേട്ടോ. അത്രയും സ്റ്റൈലാണ് കാണാൻ. പിന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എല്ലാം. ഈ വഴിയിലൂടെയാണ് നമ്മൾ അവിടെ നിന്ന് നടന്നു വരുന്നത്. മെയിൻ റോഡിൽ നിന്ന് വരുന്ന വഴിയാണത്. തൊട്ടപ്പുറത്തൊരു സ്പേസ് ഉണ്ട്, അവിടെ നമുക്ക് പാർക്കിംഗ് ഏരിയ ഉണ്ട്. രണ്ട് കുളങ്ങളാണുള്ളത് നമുക്ക്. രണ്ടിൽ നിന്ന് മീൻ പിടിക്കാം. രണ്ടിലും സെയിം മീനുകളൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോ നല്ല ചിഡിലൻ ആംബിയൻസുള്ള സ്പോട്ടാണ്. ആ. വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാരും മിസ് ചെയ്യാതെ വരുന്ന ഒരു സ്പോട്ടാണത്. പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. അതെ. കാണിച്ചെന്നില്ലേ, ഫിഷിങ് പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മീനെ കിട്ടും. ടൈം പാസിനൊപ്പം നല്ല ഭക്ഷണം പ്രത്യേകിച്ച് കഴിക്കാം. കുട്ടികൾക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരിക്കും. അതെ. അപ്പം നല്ല ഭക്ഷണവും കാര്യങ്ങളെല്ലാം എല്ലാം ഫ്രഷ് ആണ് പരിപാടികൾ. അതെ. അപ്പം എല്ലാവരും വരിക, ഭക്ഷണം ട്രൈ ചെയ്യുക. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ബൈ ബൈ.